ദൈവം തള്ളിക്കളഞ്ഞ ചിലതുണ്ട്. അവർക്ക് അനുതാപം ഉണ്ടാകത്തില്ല, പ്രാർത്ഥന ഉണ്ടാകത്തില്ല, ഒന്നുമില്ല. അവരുടെ ഹൃദയം അങ്ങ് കഠിനപ്പെട്ടിരിക്കും. ഇവരെ ദൈവം ന്യായവിധിക്കായി ബാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ചിലർ എന്ത് ചെയ്താലും ദൈവസന്നിധിയിൽ കരഞ്ഞ് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മടങ്ങി വരും. ദൈവകൃപയിലേക്ക് അവർ മടങ്ങി വരും. ചിലരാണെങ്കിൽ ചെറുതോ വലുതോ അമേൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മടങ്ങി വരവില്ല. അവരുടെ മനസാക്ഷി അങ്ങ് തഴമ്പിച്ചു കിടക്കുകയാണ്, വല്ലാതെ അങ്ങ് തഴമ്പിച്ചു കിടക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവരോട് ഇടപെടുന്നില്ല, പരിശുദ്ധാത്മാവരെ സ്പർശിക്കുന്നില്ല. ഇങ്ങനെ കഠിനമായി ദൈവം അനുവദിച്ചു വിട്ടിരിക്കുന്ന എന്ന് വെച്ചാൽ നെബൂഖദ്നേസറിനെ ദൈവം എന്തോ ചെയ്തു? നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പുല്ല് തിന്നാൻ ദൈവം വിട്ടുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രാജ്യത്തെ ഭരിച്ച ചക്രവർത്തിയാ, പക്ഷെ ദൈവം തള്ളിയാൽ പോക്ക. നികൃഷ്ട ബുദ്ധിക്ക് ദൈവം അനുവദിച്ചേൽപ്പിക്കും. അപ്പോൾ ഉണ്ടാകുന്നതാണ് ഗർവ്, നഗളം, അഹങ്കാര മനോഭാവം. ഇതെല്ലാം നാശത്തിൻ്റെ മുന്നോടിയാണ്. ഇതെല്ലാം നാശത്തിൻ്റെ മുന്നോടിയായി വരുന്നതാണ്. അവിടെ തിരിച്ചറിയേണ്ടത് ദൈവം തള്ളി എന്നുള്ള വസ്തുതയാണ് തിരിച്ചറിയേണ്ടത്. കർത്താവ് തള്ളാത്ത ഇരിക്കുന്നെങ്കിൽ, അകത്ത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരുവനെ സ്പർശിക്കുന്നെങ്കിൽ, വചനം ഒരുത്തനെ തൊടുന്നുണ്ടെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ ഒരു അനുതാപമുണ്ട്, കണ്ണുനീരുണ്ട്. അവൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് അവൻ കരയും. അവനെ കർത്താവ് സ്നേഹിക്കുന്നു.